ഹരിച്ചേട്ടാ, ഈ അടുത്ത ദിവസങ്ങളിൽ SBIയുടെ ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നു. അതായത് ഇന്ത്യയിൽ അതിദരിദ്രരുടെ എണ്ണം വല്ലാതെ കുറഞ്ഞിരിക്കുന്നു, ദാരിദ്ര്യത്തെ പിടിച്ചുകെട്ടാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിരിക്കുന്നു എന്നാണ് ആ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? ഈ ഈ പറയുന്നത് പോലെ ദാരിദ്ര്യം വലിയ തോതിൽ കുറഞ്ഞു എന്ന് ഇപ്പോൾ പ്രതിപക്ഷമൊക്കെ അതിനെ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഈ റിപ്പോർട്ടിൻ്റെ SBIയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ? ദാരിദ്ര്യത്തിനെതിരെയുള്ള യുദ്ധത്തിൽ നരേന്ദ്രമോദി സർക്കാരിന് നിർണായക നേട്ടങ്ങൾ ഉണ്ടായി എന്നാണ് ഈ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആനുവൽ ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ സർവേ 2024. ഇതാണ് ആ പഠനത്തിന്റെ പേര്. ആ പഠനം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പഠനത്തിന്റെ റിപ്പോർട്ട് പുറത്തുവിട്ട കണക്കുകൾ എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രതീക്ഷ നൽകുന്ന കണക്കുകളാണ് അത്. പക്ഷേ പ്രശാന്ത് പറഞ്ഞ പോലെ പ്രതിപക്ഷം ഇതിൽ ചില വിയോജിപ്പുകൾ, ചില സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ മറക്കണ്ട. ആദ്യമായിട്ട് ഈ സർവേയുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സർവേ പ്രകാരം 2011-12 ഇന്ത്യയിലെ റൂറൽ പോവർട്ടി റേറ്റ്, അതായത് ഗ്രാമീണ ദാരിദ്ര്യ നിരക്ക് 25.8%. അതൊരു വലിയ സംഖ്യയാണ്. അതായത് ഒരു ഗ്രാമീണ ഭാരതത്തിൽ 4-1 ആൾക്കാരും ദരിദ്രരാണ്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരുന്നു. ഒരു ഞെട്ടിപ്പിക്കുന്ന കണക്കാണത്. ഒത്തിരി വർഷമൊന്നും മുമ്പല്ല. 2011-12 എന്ന് പറഞ്ഞാൽ കേവലം ഒരു 12 വർഷത്തിന് മുമ്പാണ്. അതിനുശേഷം ഇപ്പോൾ 2022-23 കാലഘട്ടത്തിൽ 11, 12, 22, 23 ഇത്ര വ്യത്യാസമേ ഉള്ളൂ. ഒരു 10 വർഷത്തിലേത് 11 വർഷത്തെ കൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന വ്യത്യാസമായിട്ട് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സർവേ പറയുന്നത് റൂറൽ പോവർട്ടി റേറ്റ്, ഗ്രാമീണ ദാരിദ്ര്യ നിരക്ക് ഇപ്പോൾ 5% താഴെയായി 4.7% കുറഞ്ഞിരിക്കുന്നു. അതൊരു വലിയ വ്യത്യാസമാണ്. അതിനൊരു റവല്യൂഷണറി ചേഞ്ച് എന്നുള്ള വിപ്ലവകരമായ മാറ്റം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഇതുപോലെ തന്നെ അർബൻ പോവർട്ടി റേറ്റ്, അതായത് നഗരങ്ങളിലെ ദാരിദ്ര്യ നിരക്ക് 2011-12 കാലഘട്ടത്തിൽ നഗരങ്ങളിലെ ദാരിദ്ര്യ നിരക്ക് എന്ന് പറയുന്നത് 13.7%. അത് 2022-23 ആയപ്പോഴേക്കും അത് 4.09% കുറഞ്ഞിരിക്കുന്നു. അതായത് നഗരങ്ങളിലെ ദാരിദ്ര്യ നിരക്കും ഗ്രാമങ്ങളിലെ ദാരിദ്ര്യ നിരക്കും 5% താഴെ എത്തിയിരിക്കുന്നു. ഇത് പൂർണ്ണമായും ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വിപ്ലവകരമായ നേട്ടമാണ്, മാറ്റമാണ്, വളരെ സ്വാഗതാർഹമായ മാറ്റമാണ്. നമുക്ക് പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് മാറ്റം സംഭവിച്ചത്? എന്താണ് ചോദിക്കേണ്ടത്? ചോദിച്ചോളൂ. തീർച്ചയായിട്ടും ഞാൻ അതാണ് ചോദിക്കാൻ വന്നത്. മോദി സർക്കാർ നേട്ടമായിട്ടാണ് ഇതിനെ നമ്മളെല്ലാവരും കാണുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു വ്യത്യാസം വന്നത്? അതിന് മോദി സർക്കാർ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ്? അത് ഇതിനെ എങ്ങനെ സഹായിച്ചു? ഒന്ന് ചെറുതായിട്ടൊന്ന് വിവരിക്കാമോ? ഈ നേട്ടങ്ങളൊക്കെ തന്നെ മോദി സർക്കാരിന്റെ 2 തരം പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഉണ്ടായതെന്നാണ് SBIയുടെ പഠനം വ്യക്തമാക്കുന്നത്. ഒന്ന്, ഡയറക്റ്റ് ബെനിഫിറ്റ്, അതായത് ബാങ്കുകളിലേക്ക് ഈ നേരിട്ട് പല ആനുകൂല്യങ്ങളും ഉപഭോക്താവിന്, അതായത് ബെനിഫിഷ്യറിക്ക് ലഭിക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു കാരണമെന്ന് സർവേ കാണുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരി സർവേ കാണുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, മോഡി സർക്കാർ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി മോദി സർക്കാർ വലിയ തുകയാണ് ഈ കാലഘട്ടത്തിൽ ചെലവഴിച്ചത്. പ്രത്യേകിച്ച് 2020 ശേഷം ഈ എക്സ്പെൻഡിച്ചറാണ്, അതായത് ഈ അഖില ഭാരത അടിസ്ഥാനത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സർക്കാരിന്റെ നടത്തിയ പരിശ്രമത്തിന്റെ ഫലമാണ് പലയിടത്തും സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ വലിയ കുതിച്ചുചാട്ടത്തിന് വഴിവെച്ചതെന്നാണ് ഈ SBIയുടെ പഠനം പറയുന്നത്. അതിൽ കുറച്ച് വാസ്തവം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അമേരിക്കയുടെ സാമ്പത്തിക കുതിപ്പിന് കാരണമായത് 1950-കളിൽ ഇന്റർസ്റ്റേറ്റ് ഹൈവേ അമേരിക്കയിൽ നിർമ്മിച്ചതിന് ശേഷമാണ്. 1950-കളിൽ അമേരിക്കയെ ബന്ധിപ്പിച്ചുകൊണ്ട്, എല്ലാ സംസ്ഥാനങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് എക്സ്പ്രസ് വേകൾ നിലവിൽ വന്നു. ഇത് ചരക്കിന്റെയും മനുഷ്യരുടെയും
ചരക്ക് ഗതാഗതത്തിനും മനുഷ്യരുടെ നീക്കത്തിനും വലിയ പ്രോത്സാഹനമായി. ഇത് വികസനം അമേരിക്കയുടെ എല്ലാ കോണുകളിലേക്കും കൊണ്ടെത്തിച്ചു. ഇത് തന്നെയാണ് ഇന്ത്യയിൽ സംഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഇതിന് ആയിട്ടുള്ള 2-3 പദ്ധതികളെ കുറിച്ച് നമുക്കൊന്ന് ഒരുപാട് ചർച്ച ചെയ്യാൻ സമയമില്ലെങ്കിലും നമുക്കൊന്ന് പൊതുവെ പറയാം. ആ. അതായത് മോഡി സർക്കാർ അധികാരത്തിന് വന്നതിന് ശേഷം 2017 തന്നെ അത് തുടങ്ങിയതാണ്. ഭാരത് മാല പരിയോജന എന്ന് പറഞ്ഞിട്ട് 4 ലൈൻ റോഡുകൾ വികസിപ്പിക്കാനുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നു. ഉവ്വ്. അതുപോലെ തന്നെ തീരപ്രദേശങ്ങളുടെ വികസനത്തിനായിട്ട് സമുദ്ര മാല എന്നെന്തുവാണ്, ഞാൻ ആ പേര് ശരിക്കും ഓർക്കുന്നില്ല, സാഗർമാല പദ്ധതി കൊണ്ടുവന്നു. അത് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് റോഡ്, പോർട്ട് ഡെവലപ്പ് ചെയ്യുക, തീരപ്രദേശത്തെ ആ പോർട്ടുകളിലേക്കുള്ള റോഡ് ഡെവലപ്പ് ചെയ്യുക, ഇങ്ങനെ പല ലക്ഷ്യങ്ങളോടുകൂടിയുള്ള സാഗർമാല പദ്ധതി. അതുപോലെ ഉഡാൻ സ്കീം എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. ഗ്രാമീണ മേഖല, അതായത് വലിയ നഗരങ്ങൾക്ക് പുറത്തുള്ള ചെറിയ എയർപോർട്ടുകൾ വികസിപ്പിക്കുക. അങ്ങനെ അത് 70-ലധികം എയർപോർട്ടുകൾ അങ്ങനെ വികസിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് എണ്ണം കൃത്യമായിട്ട് ഓർമ്മയില്ല. അതിനുശേഷം 2020 ശേഷം പ്രൈം മിനിസ്റ്റേഴ്സ് ഗതിശക്തി എന്ന് പറഞ്ഞ് ഈ റോഡ് നിർമ്മാണം അല്ലെങ്കിൽ ബ്രിഡ്ജ് നിർമ്മാണം, അടിസ്ഥാന സൗകര്യ വികസനത്തിനെ ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവന്നു, പ്രൈം മിനിസ്റ്റേഴ്സ് ഗതിശക്തി. ഈ PM ഗതിശക്തി എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ ഉള്ള ഈ അടിസ്ഥാന സൗകര്യ മേഖലകളിലേക്കും ലോക രാജ്യങ്ങളുടെ ഇടയിലുള്ള 3 പ്രധാനപ്പെട്ട പദ്ധതികളാണുള്ളത്. ഒന്ന്, ചൈനയുടെ ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവ്, 1 ബെൽറ്റ് 1 റോഡ്, OBOR എന്ന് പറയും. അതിനുവേണ്ടി ചൈന നീക്കി വെച്ചിരിക്കുന്ന ഏതാണ്ട് $1.4 ട്രില്യൺ ആണ്. അതുപോലെ അമേരിക്കയ്ക്ക് ഫെഡറൽ ഇൻഫ്രാസ്ട്രക്ചർ ബില്ല് എന്ന് പറഞ്ഞൊരു ബില്ല് ബൈഡൻ അധികാരത്തിൽ വന്നപ്പോൾ കൊണ്ടുവന്നു. അതും ഏതാണ്ട് $1.2 ട്രില്യൺ ബില്യൺ അല്ല ഞാൻ പറയുന്നത്, ട്രില്യൺ. അതുപോലെ തന്നെയാണ് ഈ പ്രൈം മിനിസ്റ്റേഴ്സ് ഗതിശക്തിക്കും. അതിനും നീക്കി വെച്ചിരിക്കുന്ന തുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് $1.3 ട്രില്യൺ ആണ്. അപ്പോൾ ഈ ഇത്ര വലിയൊരു തുക അടിസ്ഥാന മേഖലയുടെ വികസനത്തിലേക്ക് നമ്മൾ ചെലവഴിക്കുമ്പോൾ അതിന് ഈ എക്കണോമിക്സിൽ അതിനൊരു ട്രിക്കിൾ ഡൗൺ ഇഫക്റ്റ് എന്ന് പറയും. അതായത് വലിയൊരു തുക സർക്കാർ പദ്ധതികളിലേക്ക് ചെലവഴിക്കുമ്പോൾ അടിസ്ഥാന സൗകര്യ നിർമ്മാണത്തിനോടൊപ്പം ആ പ്രദേശത്തുള്ള ഒരുപാട് സാധാരണ തൊഴിലാളികൾക്ക്, അൺസ്കിൽഡ് ലേബറിന് വരെ ജോലി കിട്ടും. അങ്ങനെ തൊഴിൽ കിട്ടുന്നതിന്റെ ഫലമായിട്ട് ഇവരുടെ എക്സ്പെൻഡിച്ചർ കൂടുന്നു. അതാണ് ഈ പറയുന്നത്. ഇത് ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ സർവേയിൽ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്ന് പറയുന്നത്. ഇന്ന് സമൂഹത്തിലെ വിവിധ തരം ആൾക്കാർ ചെലവഴിക്കുന്ന തുക തമ്മിലുള്ള വ്യത്യാസം വളരെ കുറഞ്ഞു. ഇപ്പൊ അത് വളരെ നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ നമുക്കറിയാം. ഇപ്പം വളരെ സാധാരണക്കാരും മീനും ഇറച്ചിയും വാങ്ങിച്ച് ഭക്ഷണം കഴിക്കാത്ത ആരുണ്ട് ഇന്ന് ഈ നാട്ടിൽ? ഞാൻ വെജിറ്റേറിയൻസിനെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. സാധാരണ നിലയിൽ ഇത് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ കഴിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. ഏറ്റവും സാധാരണക്കാരനും നമ്മുടെ നാട്ടിൽ ബിരിയാണി വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ഒരുപക്ഷെ പണക്കാരനേക്കാൾ കൂടുതൽ ചെലവഴിക്കുന്ന അവരായിരിക്കും. അപ്പോ ഈ ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ പണക്കാരും പാവങ്ങളും നമ്മൾ കരുതപ്പെടുന്ന ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം വളരെ കുറഞ്ഞു. കാരണം അവർക്ക് ദൈനംദിന ആവശ്യങ്ങൾക്ക് ചെലവഴിക്കാനായിട്ട് അവരുടെ പോക്കറ്റിലേക്ക് പൈസ വന്നു. അതുപോലെ തന്നെ ഡയറക്റ്റ് ബെനിഫിറ്റ് സ്കീം ഒരുപാടുണ്ട്. അതായത് ഇപ്പൊ ഉജ്ജ്വല സ്കീം അല്ലെങ്കിൽ കർഷകർക്കുള്ള പദ്ധതികൾ. ചോദിച്ചോളൂ. അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഉത്തരേന്ത്യയിൽ നമ്മൾ യാത്ര ചെയ്യുന്ന അവസരത്തിൽ ഈ ധാബകൾ, ഹോട്ടലുകൾ, അവിടെയൊക്കെ ഈ പറയുന്ന പോലെ സാധാരണക്കാരിൽ സാധാരണക്കാർ ആയവരും, പിന്നെ ഈ പറയുന്നത് പോലെ ഒരു എന്താ പറയേണ്ട, ഈ അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്നവരും ഒക്കെ ധാരാളമായിട്ട് വന്ന് ഭക്ഷണം കഴിക്കുന്നതും അവർ കടകളിൽ വന്ന് തുണിത്തരങ്ങൾ വാങ്ങുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്തോ ഒരു മാറ്റം രാജ്യത്ത് സംഭവിച്ചു എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇരിക്കട്ടെ, അല്ല, നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ നമുക്ക് കാണാമല്ലോ. പണ്ട് കേരളത്തിൽ ജോലി എടുക്കാനായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ രാവിലെ കെട്ടിക്കയറുമായിരുന്നു. പക്ഷെ ഇന്ന് തമിഴന്മാരെ അധികം കാണാനില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഉത്തരേന്ത്യക്കാരെന്ന് പലപ്പോഴും നമ്മൾ ഭായിമാരും തെറ്റിദ്ധരിക്കുകയും, നമ്മുടെ നാട്ടിൽ വരുന്ന ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നത് 3 സംസ്ഥാനങ്ങളാണ്. ഒന്ന് ഒഡീഷ, അതുപോലെ ബംഗാള്, പിന്നെ ഒരു പരിധി വരെ ആസാം. ഈ സംസ്ഥാനത്തുള്ളവരാണ് ഇന്ന് ഇവിടെ എത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ബംഗാളികളാണ് കേരളത്തിൽ വരുന്ന തൊഴിലാളികളുടെ ഏതാണ്ട് 35% എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അത് പോട്ടെ, ബംഗാളിനെ ആര് ദരിദ്രമാക്കി എന്നുള്ളത് കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്. കാരണം 1960-കൾ വരെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വരുമാനം ഉണ്ടായിരുന്ന സംസ്ഥാനമാണ് ബംഗാൾ. ഞെട്ടിപ്പോകുന്ന കണക്കാണിത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു 30 കൊല്ലം ഭരിച്ചപ്പോഴത്തേക്ക് അത് ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രമായ സംസ്ഥാനമായി. അതങ്ങനെ നിൽക്കട്ടെ. ഞാനിപ്പോ
അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ചോദ്യം ഈ ചോദിച്ച് ഞാൻ ഈ- അവസാനിപ്പിക്കാം. ശരി. അങ്ങ് അതിനുകൂടെ മറുപടി നൽകിയാൽ ഉപകാരമായിരുന്നു. ഇത്രയൊക്കെ നേട്ടങ്ങളെക്കുറിച്ച് അങ്ങ് പറഞ്ഞു. എന്ത് കാരണം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം ഈ റിപ്പോർട്ടിനെ എതിർക്കുന്നത്, അല്ലെങ്കിൽ ഇതിനോട് വിയോജിക്കുന്നത്? അതുകൂടി ഒന്ന് അതുകൂടെ പറഞ്ഞാൽ പറഞ്ഞ് നമുക്ക് ഉപകാരമായിരുന്നു. നിർത്താം. ശരിയാണ്. അതുകൂടെ പറഞ്ഞു നിർത്താം. അതായത് പ്രതിപക്ഷം പറയുന്നത് ഈ സർക്കാർ ദാരിദ്ര്യരേഖ കണക്കാക്കിയിരിക്കുന്നത് സുരേഷ് ടെണ്ടുൽക്കർ കമ്മിറ്റി, അതായത് 2011 അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അവര് പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്ന ഒരു കണക്ക് വെച്ചു. ആ കണക്കെന്ന് പറയുന്നത് ഗ്രാമീണ മേഖലയിൽ ഒരു വ്യക്തിക്ക് ഒരു ദിവസം 55 രൂപ ചെലവാക്കാനുണ്ടെങ്കിൽ അയാൾ ദാരിദ്ര്യരേഖയ്ക്ക് 55 രൂപയ്ക്ക് മുകളിൽ ചെലവാക്കാനുണ്ടെങ്കിൽ അയാൾ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലായിരിക്കും. ഒരു വ്യക്തിക്ക് അതിൽ കുറവാണെങ്കിൽ മാത്രമേ അയാൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളൂ. നഗരങ്ങളിൽ വരുമ്പോൾ ഈ വ്യക്തിക്ക് 65 രൂപ ഒരു ദിവസം ചെലവാക്കാനുണ്ടെങ്കിൽ അയാൾ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാണ്. അപ്പോൾ ഈ കണക്ക് ഇപ്പോൾ പ്രസക്തിയില്ല. അപ്പോൾ ഈ കണക്ക് കൂട്ടണം. അതായത് ഒരു ദിവസത്തെ ഒരാളുടെ ചെലവാക്കാനുള്ള ഒരു ശേഷി എന്ന് പറയുന്നത് ഉയർന്ന തുകയായിട്ട് കണക്കാക്കിയിട്ട് വേണം ദാരിദ്ര്യരേഖ നിശ്ചയിക്കേണ്ടത്. അങ്ങനെ താഴ്ന്ന ഒരു ദാരിദ്ര്യരേഖയുടെ കണക്ക് കൊണ്ടാണ് ഇത്രയധികം ആൾക്കാർ രേഖയ്ക്ക് പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. മാത്രമല്ല, ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് ഇന്ത്യയിലുണ്ട്. അതുപോലെ തന്നെ ഈ തൊഴിലിടങ്ങളിലെ ശമ്പളം കാര്യമായി വർദ്ധിച്ചിട്ടില്ല. ഇത് പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതേസമയം തന്നെ അതായത് ഭക്ഷണം കഴിക്കാനില്ലാത്ത അവസ്ഥ ഇന്ത്യയിൽ ഇന്ന് വളരെ കുറഞ്ഞു എന്നുള്ളതിൽ എനിക്ക് തോന്നുന്നു പ്രതിപക്ഷത്തിന് പോലും അക്കാര്യത്തിൽ തർക്കമില്ല. അതില് ഒരുപക്ഷെ ഒന്നാം UPA സർക്കാർ കൊണ്ടുവന്ന പിന്നെ തൊഴിലുറപ്പ് പദ്ധതി ഒരു ഘടകം തന്നെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്കും ആ ഒരു കാര്യത്തിൽ അവർക്കും ആ ക്രെഡിറ്റ് ഇരിക്കട്ടെ. പക്ഷേ പിന്നീട് അത്തരം പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ രണ്ടാം UPA സർക്കാരിന് കഴിഞ്ഞില്ല. അത് പൂർണ്ണമായിട്ട് അഴിമതിയിലായിരുന്നു. അങ്ങനെയാണ് അവരത് കുളവാക്കിയത്. എന്തായാലും ശരി, നമ്മുടെ നാട് ദാരിദ്ര്യത്തിന് പുറത്തേക്ക് വരുന്നത് ഒരു വലിയ സന്തോഷകരമായ കാര്യമാണ്. അതിന്റെ ക്രെഡിറ്റ് നരേന്ദ്രമോദിക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അതെടുക്കട്ടെ. കാരണം അദ്ദേഹം ഈ പറഞ്ഞ ഭാവനാ സമ്പൂർണമായ പദ്ധതികൾ നടപ്പാക്കാൻ പറ്റിയല്ലോ. അത് മാത്രമല്ല, നമ്മൾ ഒരു സ്കീമിനെ ഇവിടെ പറഞ്ഞിട്ട് വേണം നിർത്തേണ്ടത്. അതായത് ഈ പ്രധാനമന്ത്രി എല്ലാവർക്കും 35 കിലോ അരി കിട്ടുന്ന ഒരു യോജനയുണ്ടല്ലോ. അതായത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന. ഗരീബ് കല്യാൺ അന്ന യോജന പ്രകാരം 35 കിലോ ധാന്യങ്ങൾ എല്ലാവർക്കും കിട്ടും. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ഒരു മാസം കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്രയും ധാന്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പലരുടെയും വിശപ്പടക്കാൻ അത് മാത്രം മതിയാകും. ഞാൻ പറഞ്ഞു വരുന്നത്, എന്തായാലും ഇങ്ങനെയുള്ള ഭാവനാസമ്പൂർണമായ പദ്ധതികളുടെ ക്രെഡിറ്റ് മോദിക്ക്, ശ്രീമാൻ നരേന്ദ്രമോദിക്ക് ഇരിക്കട്ടെ. അതേസമയം തൊഴിലുറപ്പ് പോലുള്ള പദ്ധതികൾ കഴിഞ്ഞ UPA സർക്കാർ നടത്തിയിരുന്നു. അത് ഞാൻ മറക്കുന്നില്ല. തീർച്ചയായും ഇത്രയാണ് എനിക്ക് തൽക്കാലം പറയാനുള്ളത്. അങ്ങ് വിശദമായി കണക്കുകളും വർഷങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ, ഓരോ വർഷവും ചെയ്ത കാര്യങ്ങളും ഒക്കെ വെച്ച് വിശദമായിട്ട് പറഞ്ഞു. നമ്മുടെ രാജ്യം വികസനത്തോടൊപ്പം ദാരിദ്ര്യത്തെയും നമ്മൾ ജയിക്കുന്നു എന്നുള്ളതൊരു സത്യം തന്നെയാണ്. എന്തായാലും കൂടുതൽ കരുത്തോടെ നമുക്ക് മുന്നോട്ട് പോകാനാകട്ടെ. ഈ പുതുവർഷം അങ്ങനെയുള്ള ഒരു ചുവടുവെപ്പിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ പുതുവർഷത്തിൽ തീർച്ചയായിട്ടും വളരെ നന്ദി ഇത്തരം കാര്യങ്ങൾ വിശദമായി പറഞ്ഞതിന്.